എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കാൻ പോവാണ്. നമുക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ അഗറോ ഒന്നുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പുഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പച്ചവെള്ളം, തണുത്തതും അല്ല ചൂടായിട്ടുള്ളതല്ല, സാധാരണ വെള്ളം. അപ്പോൾ 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ടാങ്കിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മാംഗോയുടെ ഫ്ലേവറുള്ള ടാങ്കിൻ്റെ പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം മൈദ ആയാലും ഉപയോഗിക്കാം. പക്ഷേ ഞാൻ കോൺഫ്ലോർ വെച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ അത് 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാൻ ആ മിക്സ് നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നമ്മളിത് തണുപ്പിച്ചിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ മധുരം കുറച്ച് മുന്നിട്ട് നിന്നാലാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത കോൺഫ്ലോറിൻ്റെ ഒരു പച്ചച്ചൊവയും അതേപോലെ നമ്മൾ ചേർത്ത വെള്ളത്തിൻ്റെ ഒരു പച്ചച്ചൊവയും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും അതേപോലെ തന്നെ ഉണ്ടാവും. പെട്ടെന്ന് ഇത് കട്ടയൊക്കെ കിട്ടും ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ആ പച്ച കുത്തൽ അതേപോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കാൻ മറക്കരുത്. ചിലപ്പോൾ ഇത് കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടയാവും, അതേപോലെ പാത്രത്തിൻ്റെ അടിഭാഗത്ത് പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ടിത് ഇളക്കിക്കൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കട്ടയാവില്ല. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അത് വീണ്ടും നന്നായിട്ടിത് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കട്ടയായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി ഇതേപോലെ നന്നായിട്ട് ബബിൾസ് പോലെ വരാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ആദ്യം നമ്മളിത് ഇളക്കുന്ന സമയത്ത് ഇതേപോലെ വെള്ളം പോലെ ആയിരിക്കും ഇരിക്കുക. പക്ഷേ ഇത് നന്നായിട്ട് കുറുകി വരുന്തോറും ഇതിൽ നിന്ന് ബബിൾസ് ഇതേപോലെ വരും. നമ്മൾ അലുവയൊക്കെ ചെയ്യുമ്പോൾ വരില്ല, അതേപോലെ മുകളിലേക്ക് ഇതേപോലെ വരാൻ തുടങ്ങും. അപ്പോൾ അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് വല്ലാതെ അങ്ങോട്ട് തിക്കായി ആവാൻ നിൽക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ ഈ പാത്രത്തിൽ തന്നെ വല്ലാതെ അങ്ങോട്ട് സ്റ്റിക്കായി പോവും. അപ്പോൾ ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ഓഫ് ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒഴിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് തടവിയൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവിയിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1-2 പ്രാവശ്യം ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് പുറത്ത് തന്നെ ഒന്ന് മാറ്റി വെച്ചേക്കാം. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം വേണം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിലല്ല വെക്കുന്നത്, നമ്മൾ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിലാണ് വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഫ്രീസറിലേക്ക് വെക്കാം. പക്ഷേ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അത് തണുത്തതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാം കേട്ടോ. നമ്മൾ പുറത്ത് ഇരുന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കണം. അതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ വെച്ചേക്കാം നന്നായിട്ട് തണുത്ത് വരാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ പുഡിംഗ് നമ്മൾ സെറ്റ് ആവാൻ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണിക്കൂർ എടുത്തു കേട്ടോ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ അതാ ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഈ പാത്രത്തിൽ നിന്നൊക്കെ ഇതേപോലെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ ഒന്ന് കമഴ്ത്തിയിട്ട് കൊടുത്താൽ അങ്ങനെ വീണോളും. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
കണ്ടില്ലേ, നല്ല വിഗ്ലി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയുന്നില്ലേ, അതേപോലത്തെ പുഡിങ്ങാണ്. വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇത് കേട്ടോ. നമ്മൾ ചൈന ഗ്രാസോ അഗറോ ഒന്നും ചേർത്തിട്ടില്ല, വെറും കോൺഫ്ലോർ മാത്രമാണ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ പൗഡർ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്